അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നാം കണ്ടു. അപ്പൊ ഖാസിമി പറഞ്ഞ ആ ശിർക്കിന്റെ ഗൗരവം, ശിർക്കിന്റെ മുഖങ്ങൾ വിവിധ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത മൊയ്സത്തിന്റെ അടിസ്ഥാനത്തിൽ, ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കരാമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാന്മാരായ ആളുകളെ നിങ്ങൾ വിളിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, അത് കേൾക്കാനും നിങ്ങൾക്ക് ഉത്തരം നൽകുവാനുമുള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഒരു മുസ്ലിയാർ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത്. ഞാൻ കേൾപ്പിച്ചു, ആയത്തോതി കേൾപ്പിച്ചു ഇല്ല എന്ന്. എന്നാൽ ഈ ആശയത്തിന് വിരുദ്ധമായി സലാഹുദ്ദീൻ ഫൈസി വന്നിയൂര് പുലമ്പുന്ന ശിർക്കിന്റെ പദങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. എന്റെ ഉമ്മാക്കന്മാരെ സ്നേഹിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയില്ല എന്നങ്ങട്ട് ഈണത്തിലണ്ട് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ വിചാരിക്കും ശരിയാണ്, വഹാബികൾക്ക് അല്ലാഹുവിന്റെ തൃപ്തിയില്ല. കാരണം എന്താ, ഓല ഔലിയാക്കന്മാരെ തള്ളണോലാണ്. പക്ഷേ കൗമിന്റെ മുമ്പിൽ പറഞ്ഞ ആശയം ഏതാ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ വിളിച്ചോ, ഖുതുബുസ്സമാനെ നിങ്ങൾ വിളിച്ചോളൂ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് വല്ലതും ഖുതുബുസ്സമാനോട് നമ്മൾ വല്ലതും പറഞ്ഞാൽ അത് അള്ളാഹു തട്ടുകയില്ല. മരിച്ചുപോയ മമ്പറത്തങ്ങളെയും മൊഹിദ്ദീൻ ഷേഖിനെയും റിഫായി ഷേഖിനെയും അതുപോലെ തന്നെയുള്ള ഒരുപാട് ജാറങ്ങളിൽ മറവാടപ്പെട്ട് കിടക്കുന്ന ആളുകളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവെന്താ? ഓന്റെ തൊള്ള, വേറൊന്നും തെളിവില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു കേൾക്കൂല, ഉത്തരം ചെയ്യൂല. നിങ്ങളെങ്ങനെ വിളിച്ചാൽ ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ നിഷേധിക്കും. വ്യക്തമായി പറഞ്ഞപ്പോ പറയാണ് വിളിച്ചോളൂ, അത് കേൾക്കും, അത് കൊടുത്തിട്ടുണ്ട്. ആരാണോ അങ്ങനെ ഒരു കഴിവ് കൊടുത്തതായി പറഞ്ഞത്? മുഇസ്സത്ത് കൊണ്ട് അമ്പിയാക്കന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മുഇസ്സത്തിന്റെ അടിസ്ഥാനത്തിൽ, ഔലിയാക്കന്മാർക്ക് കൊടുത്ത കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, അതിന് കുഴപ്പമില്ല, സഹായം ചോദിച്ചാൽ കിട്ടും എന്നാരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ എന്ത് തെളിവാണ് നമുക്കുള്ളത്? ചരിത്രത്തിൽ അങ്ങനെ സ്വഹാബികൾ ആരെങ്കിലും റസൂലുള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടുത്തെ ഏതെങ്കിലും സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് താബിഈങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് സ്വഹാബികൾ ആരെങ്കിലും റസൂലുള്ളാഹിനെ വിളിച്ചു തേടിയിട്ടുണ്ടോ? മരണപ്പെട്ടുപോയ, വഫാത്തായി പോയ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് വിഷമങ്ങൾ കരഞ്ഞു പറഞ്ഞത് സ്വീകാര്യോഗ്യമായ റിപ്പോർട്ടുകളിലുണ്ടോ? ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ ഈ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനം വ്യക്തമാകാൻ വേണ്ടി പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു ഒരുപാട് മുഇസ്സത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മുഇസ്സത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സംശയമില്ല, നമ്മൾ അതിനെ നിഷേധിക്കുന്നവരല്ല, ഒരിക്കലും അതിനെ തള്ളുന്നവരല്ല. കാരണം അത് തള്ളിയാൽ ഇസ്ലാം എന്ന് പുറത്താണ്, കാഫിറാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവെന്ന് അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ സഹായിക്കും എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിക്കതിനു ശേഷം ആ തിരുശരീരം എവിടെയാണ് മറമാടേണ്ടത് എന്ന് സ്വഹാബികൾക്കിടയിൽ തർക്കമായി. പല ഗോത്രക്കാരും കടന്നു വന്നു. അങ്ങനെ മറമാടേണ്ടതിനെ കുറിച്ച് തർക്കിച്ചിരുന്നു. എവിടെയാണ് മറമാടേണ്ടത് എന്ന തർക്കം മൂത്തപ്പോ, വിഷയം വളരെ നീണ്ടുപോയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ആ തിരുശരീരത്തിന്റെ അടുക്കലേക്ക് ഏതെങ്കിലും ഒരു സ്വഹാബി ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങളെ ശരീരം എവിടെ മറമാടേണ്ടത്? ഭയങ്കര തർക്കമാണ്, നിങ്ങളൊന്ന് പറഞ്ഞെന്നാളി എന്ന് പറഞ്ഞാ പോരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ചോദിച്ചൊരു സന്ദർഭമുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് ഖലീഫയാകേണ്ടത് എന്ന് തർക്കം വന്നു. തർക്കം വന്നു. പല ആളുകളും പറഞ്ഞു മുഹാജിറുകളാകണം, അൻസാറുകളാകണം, അതുപോലെ തന്നെ ഞങ്ങളാകണം, അവരാകണം എന്നൊക്കെ പല അഭിപ്രായം വന്നു. ഏതെങ്കിലും ഒരു സ്വഹാബി മുസ്ലിയാക്കന്മാരുടെ അഭിപ്രായ പ്രകാരം അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹ് കൊടുത്ത കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട്, റസൂലേ, ഇവിടെ ഇതാ ഒരു മസ്അല, ഒരു പ്രയാസം, ആരാ ഖലീഫയാകേണ്ടത് തർക്കമാണ്, നിങ്ങളൊന്ന് പറഞ്ഞു തരീ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ട, വെറുതെ വിരലൊന്ന് ചൂണ്ടിയാൽ മതി അബൂബക്കറിന്റെ ദേഹത്തേക്ക്, അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് അബൂബക്കർ എന്ന് പറഞ്ഞൊന്ന് കിടന്നാ മതി.
സഹോദരങ്ങളെ അങ്ങനെ ചരിത്രമുണ്ടോ? സമസ്തക്കാർ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? അവർ ഓതുന്ന പള്ളി ദർസിലെ കിതാബുകളിലുണ്ടോ? ഇല്ല. അവരുടെ വായിലൂടെ ദുർവ്യാഖ്യാനം ചെയ്യാനല്ലാതെ ഈ സംഭവങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധ്യമല്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവിയും നാലാം ഖലീഫ അലിയാർ തങ്ങളും കടന്നു വന്നു. എന്താ? അനന്തര സ്വത്ത് ഞങ്ങൾക്ക് കിട്ടണം. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് അവകാശമുണ്ട്, പക്ഷെ അമ്പിയാക്കന്മാരുടെ സ്വത്ത് അനന്തരം എടുക്കൂല എന്ന നിയമമുണ്ട്. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അബൂബക്കർ റളിയല്ലാഹുവിനോട് തർക്കിച്ചു. ഖുർആനിൽ ആയത്തോതി തെളിവ് കണ്ടു. അങ്ങനെ തർക്കമായി പ്രശ്നമായി പിണങ്ങിപ്പോയി. എന്റെ മകൾ ഫാത്തിമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ എന്നെ വേദനിപ്പിച്ചു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് റസൂലുള്ളാഹിനെ സ്നേഹിച്ച അബൂബക്കർ റളിയല്ലാഹുവിന് അറിയാ. എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഹദീസ് അബൂബക്കർ റളിയല്ലാഹുവിന് അറിയാ. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അള്ളാന്റെ ഹബീബിന്റെ തിരുശരീരം മറമാടപ്പെട്ട് കിടക്കുന്നത് ആയിഷ ബീബിയുടെ വീട്ടിലാണ്. അടുത്ത് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്. അവിടെ പോയി റസൂലുള്ളാഹിനോട് ചോദിച്ചോ, നബിയേ, നിങ്ങളുടെ മകളിതാ സ്വത്ത് ചോദിച്ചു വന്നിരിക്കുന്നു, ഈ വിഷയത്തിൽ ഞാൻ ആകെ അസ്വസ്ഥനാണ്, ഇതിനൊരു മസാല പറഞ്ഞു തരൂ. റസൂലുള്ളാഹിനോട് ചോദിച്ച സന്ദർഭമുണ്ടോ? ഇല്ല. അവിടെയും പ്രമാണം പഠിപ്പിച്ചു കൊടുത്തു. ആ തെറ്റ് അങ്ങനെ തന്നെ നിന്നൂന്നാ ചരിത്രത്തിൽ അങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് കാണാം ആയിഷ റളിയല്ലാഹു അൻഹായും അതുപോലെ നാലാം ഖലീഫ അലിയാർ തങ്ങളും തമ്മിൽ സ്വഹാബികൾക്കിടയിലുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജമൽ യുദ്ധം നടന്നു. വാഖിയത്തുൽ ജമൽ എന്നത് ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. 10,000-കണക്കിന് സ്വഹാബികൾ മരണപ്പെട്ട യുദ്ധമാണ്. ആ യുദ്ധം നടക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലല്ലേ അള്ളാന്റെ ഹബീബിന്റെ ശരീരമുള്ളത്, അവിടെയല്ലേ ഖബറുള്ളത്. ആ ഖബറിന്റെ അടുക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോയോ? ഇവിടെ ഇതാ അലിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം മെനക്കെട്ടിരിക്കുന്നു, ഞാൻ അവരുടെ നേതൃത്വത്തിൽ പോകണോ, യുദ്ധം ചെയ്യണോ, ഇതിന്റെ വിധി എന്താ ചോദിച്ച സന്ദർഭമുണ്ടോ? ഇല്ല. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിയാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന ഈ വാദത്തിന് ഒരു തെളിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അവർ എന്നെ കുറിച്ച് ചോദിക്കുന്നു, നബിയെ നിന്നോട് പറഞ്ഞു കൊടുക്കൂ, ഞാൻ അവരോട് അടുത്തവനാണ്. അള്ളാഹിനോട് ദുആ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയും അവിടുത്തെ ജീവിതത്തിൽ മുഇസ്സത്ത് കണ്ട വ്യക്തമായ ഒരുപാട് കഴിവുകൾ അല്ലാഹു റസൂലുള്ളാഹിയിലൂടെ പ്രകടിപ്പിച്ചത് നേർക്ക് നേരെ കണ്ട സ്വഹാബികൾ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ചോ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷമോ അവിടെ പോയി പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഈ ചോദ്യങ്ങൾ മഹാന്മാരോട് ചോദിക്കാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് യഥാർത്ഥ